എന്തോ നമ്മൾ അബുദാബി വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടാ. നല്ല നാടൻ വില നാട്ടിൽ കിട്ടുന്നത് പോലെ എനിക്ക് ഇവിടെ വന്ന് വാങ്ങേണ്ട ആവശ്യം. എന്താ ചെയ്യാ, നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ. വെൽക്കം ടു another വീഡിയോ. ദിസ് ടൈം ഹബീബി. വെൽക്കം ടു ദുബായ്. ഏർലി മോർണിംഗ് അറൗണ്ട് ഒരു 6:30 നമ്മൾ ദുബായിലേക്ക് വണ്ടി കയറി. എന്നിട്ടോ അൽ ഗുബൈബ ബസ് സ്റ്റേഷനിലാണ് എത്തിയത്. വളരെ നേരത്തെ ആയതുകൊണ്ട് ഒരു ചായ ഇഡലി അകത്താക്കിയിട്ട് ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള സിറ്റി സെൻറ്റർ ലക്ഷ്യമാക്കി നമ്മൾ നടന്ന് ആദ്യം തന്നെ കാരിഫോറിൽ കയറി. ഒന്നും വാങ്ങാനൊന്നുമല്ല, വി തോട്ട് അവർ ബസ് വാസ് അറ്റ് 10, ബട്ട് അത് 11 മണിക്കായിരുന്നു. സോ 1 hour കിൽ ചെയ്യാനുള്ള വിൻഡോ ഷോപ്പിംഗ്. അവിടെ വെച്ചാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത്. പേര് ഗഫൂർ കാ ദോസ്ത്. ഹലോ ഗൈസ്, നമ്മളിന്ന് ദുബായ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. പഠിച്ച് പറയിപ്പിച്ച പോലെ എല്ലാം വ്യക്തമായിട്ട് രാവിലെ ഇറങ്ങി ഉറക്കത്ത് നീച്ചിട്ട് വന്നതുകൊണ്ട് സന്തോഷിച്ചു. ഹലോ ഗൈസ്, നമ്മൾ ദുബായ് സിറ്റി കാണുവാനുള്ള പുറപ്പാടിലാണ്. ഈ കടുത്ത ചൂട് സഹിച്ച് പോകുന്നത്. ചൂടൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് അമ്മേ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ദുബായിലെ ഒരു വൺ ഓഫ് ദ മെയിൻ ബസ് സ്റ്റേഷനാണ് അൽ ഗുബൈബ. RTA പ്രൊവൈഡ് ചെയ്യുന്ന ഓൺ ആൻഡ് ഓഫ് ബസ്സാണ് ഇന്നത്തെ നമ്മുടെ സന്തത സഹചാരി. ഓരോരോ 1 hour കൂടുമ്പോഴും RTAയുടെ ഈ ടൂർ ബസ് ഉണ്ടാവും. ഇറ്റ്സ് ആക്ച്വലി എ ലൂപ്പ് ബസ്. ഇനീഷ്യലി ഹൗ ദിസ് ബസ് റൈഡ് വർക്ക്സ് എന്ന നല്ല ഡൗട്ട് ഉണ്ടായി. മൈ പപ്പാജി ഹിന്ദിയിൽ അത് ക്ലാരിഫൈ ചെയ്യുകയാണ്. ഇവനാണ് നമ്മുടെ കുട്ടി. അമ്മ കണ്ണു പൊട്ടിപ്പോയതേ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇസ് ദുബായ് ഫ്രെയിം. എൻ്റെ അമ്മേ, RTA പ്രൊവൈഡ് ചെയ്യുന്ന ടൂർ ബസ്സിലാണ് വന്നത്. ആക്ച്വലി ആരും ഉണ്ടായിരുന്നില്ല. ആ ബസ് ജസ്റ്റ് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടായത്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ദുബായ് ഫ്രെയിമിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെയിൽ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. അങ്ങനെ ടിക്കറ്റ് കിട്ടി. എൻട്രി ഫീ വരുന്നത് പെർ ഹെഡ് 50 ദിർഹംസ്. അമ്മ ഓൾറെഡി അവിടെ പോയിട്ട് തണല് പിടിച്ച് സീറ്റ് നോക്കി പോയതാ. അപ്പൊ ടൂർ ഗൈഡ് സെറ്റ്. പറ കൂടുതൽ വിവരങ്ങളിലേക്ക്. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാല് ഓൾഡ് ദുബായ്. ഓക്കെ, നെക്സ്റ്റ് സൈഡ് ന്യൂ ദുബായ്. ഓക്കെ, പിന്നെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഓൾഡ് ദുബായ് കണ്ടു. ഓരോ ഡാൻസ് ഒക്കെ കളിച്ചോണ്ട് പോകുന്നൊക്കെ. നിക്ക് 2 സ്റ്റെപ്പ് ഇട്ടിട്ട് പോ. മറ്റേ പാട്ടില്ല, ഈ പാട്ടിന്റെ മ്യൂസിക്കിലുണ്ടായിരുന്നു. ഷാർജയിലെ പാട്ടില്ലേ? അയ്യോ, വേഗം നടക്ക്. ഇവിടെ വന്ന ഉടനെ നമ്മളെ ഫോട്ടോ എടുത്ത്. എന്തിനാന്നറിയോ? ബിസിനസ്. പിടിച്ചോണ്ട് പോകും കേട്ടോ. എന്തെങ്കിലും കാണിച്ച തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനമൊക്കെ തൊട്ട് കഴിഞ്ഞാല് പിടിച്ചോണ്ട് പോകും. അതിനൊന്നല്ല, ഞാൻ തമാശ പറഞ്ഞതാണ്. അത് ബിസിനസ്സാണ്. അപ്പൊ ഇറങ്ങാൻ നേരം നല്ല ഫോട്ടോ ആണെങ്കിൽ നമ്മള് വാങ്ങും. പക്ഷെ നമ്മള് വാങ്ങൂല.
താങ്ക് യു. മോർണിംഗ്. ഇവിടെ നിന്ന് മുതലാണ് ഫ്രെയിമിന്റെ ബ്യൂട്ടി തുടങ്ങുന്നത്. നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരൻ്റെ ഫോട്ടോ കണ്ടില്ലേ? അതാരാന്നറിയോ? അതാണ് ഷെയ്ഖ് റാഷിദ് ബിൻ സെയ്ദ് അൽ മക്ടൂം, ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ദുബായ്. So he's the one who is responsible for the transformation of Dubai Creek to a modern port city. കുറേ ഓൾഡ് ഹിസ്റ്റോറിക് ഇൻസ്റ്റലേഷൻസ് ഉണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ. ആൻഡ് ഓൾസോ ദേ ഹാവ് യൂസ്ഡ് AI to generate realistic visual traits. ദുബായ് മ്യൂസിയത്തിൽ പോയപ്പോൾ ഉണ്ടായല്ലേ? ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടായേ? തയ്യൽ കട. ഇത് പണ്ടത്തെ പാത്രക്കട. അബ്രയുടെ പരിപാടി തന്നെ. അബ്ര ജനറൽ ട്രേഡ് സ്പൈസസിൻ്റെ രണ്ടാറ് പേരുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ട് അന്നേരം വലിയ Come on, let's go. തൊപ്പിക്കട. ക്രാഫ്റ്റ്. മുന്നേ പിക്ചറേ കൊടുത്തിരുന്നില്ല, ഇപ്പൊ AI വന്നതിന് അവിടുത്തെ പിക്ചറൊക്കെ ഇതാന്ന് തോന്നുന്നു. ഞാൻ ദുബായ് WTCൻ്റെ കാര്യം ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും അറബി ആയിരിക്കും എന്നാ വിചാരിച്ചേ. ബട്ട് നോ, ഇറ്റ് വാസ് ബൈ ക്യൂൻ എലിസബത്ത് II. എന്തല്ലേ, എല്ലാവരും ഞെട്ടിയോന്നറിയില്ല, ബട്ട് എനിക്കിതൊരു ഞെട്ടിക്കുന്ന സത്യമായിരുന്നു. അപ്പോൾ ദുബായ് WTCക്കും ഒരു ബ്രിട്ടീഷ് ടച്ച് ഉണ്ട്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്ത് ഒബ്സർവേഷണൽ ഡെക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രഷർ ചേഞ്ച് ഒക്കെ എനിക്ക് ഈ സമയത്ത് ഇയേഴ്സിൽ ഫീൽ ചെയ്തായിരുന്നേ. ഇതൊരു 48 ഫ്ലോർസിൻ്റെ 75 സെക്കൻഡ് എലവേറ്റർ റൈഡാണ്. അതായത് 1 മിനിറ്റും 15 സെക്കൻഡും. കുറച്ച് സ്റ്റൈലാക്കി പറഞ്ഞതാ. നമ്മുടെ ദുബായ് ഫ്രെയിം 150 മീറ്റേഴ്സ് ഹൈറ്റുള്ള ഒരു ആർക്കിടെക്ചറൽ വണ്ടറാണ്. ഒരു ലിഫ്റ്റിൽ വെച്ച് പറയാൻ പറ്റാത്ത കോമഡിയൊക്കെ അടിച്ച് എങ്ങനെയൊക്കെയോ നമ്മൾ ടോപ്പ് ഫ്ലോറിലെത്തി. ഒടുക്കത്തെ തിരക്കായതുകൊണ്ട് കാല് കുത്താൻ സ്ഥലം ഉണ്ടായില്ല. ശരിക്കും പറഞ്ഞതാ, ഗ്ലാസ് പാനലിന്റെ ഏരിയയിൽ ഒടുക്കത്തെ ക്രൗഡായിരുന്നു. അവസാനം ലേശം സ്ഥലം കിട്ടി. കുറച്ചധികം നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ. ന്യൂ ദുബായ് ബുർജ് ഖലീഫ. യെസ്, ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ദിസ് ഇസ് ന്യൂ ദുബായ്. അയ്യോ, ആ ഷെയ്ഖിന്റെ ഫോട്ടോ ഉണ്ടോ? പറ, ഇതേതാ സൈഡ്? ഇതാണ് ഓൾഡ് ദുബായ്. രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഒരു മിനിമം ലെങ്തേ ഉള്ളൂ ഇവിടുത്തെ ബിൽഡിങ്ങിന്. അവിടെയോ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ ബുർജ് ഖലീഫ വരെ. ഇപ്പുറത്തെ സൈഡ് ഭയങ്കര ലെങ്ത് കുറഞ്ഞ ബിൽഡിങ്സും അപ്പുറത്തെ സൈഡ് ഫുൾ ടോൾ ബിൽഡിങ്സും. വണ്ടികൾ പോകുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഫിറ്റീരിയ പോലത്തെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു 1.5 hour ടോപ്പ് ഡെക്കിൽ തന്നെ സ്പെൻഡ് ചെയ്തു. ടോപ്പ് ഡെക്കിൽ തന്നെ സൊവിനിയർ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ കുറേ പിക്ചേഴ്സ് എടുക്കാനുള്ള കിയോസ്കും ഉണ്ട്. നമ്മളും അതൊക്കെ ട്രൈ ചെയ്തു. താഴേക്ക് വന്നപ്പോൾ ദുബായ് 2050 എക്സ്പോൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ ഷോക്കേസ് ചെയ്യുന്നുണ്ടായി. ഒരു വലിയ പനോറമിക് സ്ക്രീനിൽ അവരുടെ വിഷനും കാണിക്കുന്നുണ്ടായി. അതൊക്കെ ഫുള്ളി എൻജോയ് ചെയ്ത് അടുത്ത ഏരിയയിലേക്ക് നമ്മൾ നടന്നു. പിന്നെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായി. എങ്ങനെയാണ് അവരത് ബിൽഡ് ചെയ്തത്? ബ്രിഡ്ജ് ലിഫ്റ്റിംഗ്. ഇവിടെ വേറെ അവര് നമ്മളെ ഫോട്ടോ എടുത്ത് വെച്ചേട്ടാ കയ്യിൽ. കണ്ടോ, നടക്ക്.
കണ്ടോ ഞാൻ പറയല്ലേ. ഹൗ മച്ച് ഫോർ ദിസ്? 150 വേണോ? 150ക്ക് വേണോ? കാണുന്ന ഗോൾഡൻ ദുബായ് ഫ്രെയിം കീ ചെയിൻ അമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അമ്മക്ക് ഗിഫ്റ്റ് ചെയ്ത്. അമ്മക്കത് നമ്മുടെ ന്യൂ മെമ്പറായിട്ടുള്ള കിയ കുട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തുടക്കത്തിൽ വാങ്ങില്ലെന്ന് പറഞ്ഞ ഫോട്ടോ ഇല്ലേ, അത് നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ. നമുക്കിനി അടുത്ത സ്ഥലം പിടിക്കാം. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എനിക്ക് തോന്നുന്നു ദുബായ് മാളിലേക്കാണ് തോന്നുന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ അതെ ദുബായ് മാളിലെത്തി. ആകെ വലഞ്ഞിട്ടാണ് എത്തിയത്. എന്താ കാരണമെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാം. എല്ലാം എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയില്ല, വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. ഒരു ബ്രേക്ക് എടുത്ത് അടുത്ത വീഡിയോയിലെല്ലാം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫിനിത്തോ. ഓഹ്, I miss Yasin.